പപ്പ നമുക്കൊരു ബെല്ലി വായിക്കാം. സിനിമക്കൊക്കെ പോകുമ്പോ ബെല്ലി എടുത്തോണ്ട് പോവാം. സൺഡേ ഔട്ടിങ്ങിന് റോൾസ് റോയ്സ്. വെള്ളിയാഴ്ച മീൻ മേടിക്കാൻ പോവാൻ ഫെറാറി ആയാലോ? നമുക്ക് വാങ്ങിക്കടാ. ഇതുങ്ങളെയൊക്കെ കെട്ടിച്ചു വിടാനുള്ളതാ. പപ്പയും മക്കളും കാശ് ചെലവാക്കാനുള്ള വഴി മാത്രം ആലോചിച്ചാൽ മതി. സമ്പാദിക്കാനുള്ള വഴി ഒന്നും ആലോചിക്കണ്ട. ഇനി എന്ത് സമ്പാദിക്കാനാണ്? എന്റെ ഏറ്റവും വലിയ സമ്പാദ്യം കാരണത്തിലുണ്ട്. ഐ ആം ദ വെൽത്തിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. ഞാൻ ആരെ വേണമെങ്കിലും ചലഞ്ച് ചെയ്യാം. അംബാനിയെ വേണേൽ ചലഞ്ച് ചെയ്യാം, മിത്തലിനെ ചലഞ്ച് ചെയ്യാം, യൂസഫ് അലി വേണേലും ചലഞ്ച് അടി. അവരൊക്കെ ഇപ്പൊ ഉറങ്ങായിരിക്കും. അത് ശരിയാ. ഈ പാതിരാത്രിക്ക് ആരെയും ചാലഞ്ച് ചെയ്യണ്ട. നേരെ നോക്കി വണ്ടി ഓടിച്ചാ മതി. പപ്പ ഒന്നും പേടിക്കണം, ഞാൻ എല്ലാം ശ്രദ്ധിച്ചോളാം. ശരി പപ്പ. അമ്മ ദേ കരഞ്ഞു ഓവറാക്കില്ലേ, അതുകൊണ്ട് എയർപോർട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞേ. ശരി അമ്മ. ചെന്നിട്ട് ഫ്രണ്ട്സിന്റെ ഒക്കെ നമ്പർ അയച്ചാട്ടോ. വായി നോക്കി. ബൈ ബൈ ജെറി. പോട്ടടാ മത്തേ. ഓക്കെ അമ്മു. പപ്പ ദേ കൂളിംഗ് ഗ്ലാസിന്റെ ഇടയിൽ കൂടി മഴ ചോരുന്നുണ്ടേ. ഇപ്പൊ എന്നെ പറഞ്ഞ വെറുതെ ആയില്ലേ. ബൈ. ശരി ബൈ. ഹലോ. ഇല്ലടാ, എന്ത് പറ്റി? വാർത്തകൾ വിശദമായി. ലോകമെങ്ങും സാമ്പത്തിക മാന്ദ്യത്തിന് ആക്കം കൂട്ടിക്കൊണ്ട് അമേരിക്കൻ ഓഹരി വിപണി തകർന്നടിഞ്ഞു. 1987 കനത്ത സാമ്പത്തിക തകർച്ചയ്ക്ക് ശേഷം അമേരിക്കൻ വിപണിയിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തമാണ് ഇന്നത്തേത്. ലോക മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് തന്നെ ഇന്നൊരു ദുരന്ത ദിനമാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. അമേരിക്കയിലും ബ്രിട്ടനിലും ബാങ്കിംഗ് രംഗത്തുണ്ടായ കനത്ത തകർച്ചയുടെ ആഘാതം ഗൾഫ് നാടുകളിലും അലയടിക്കുമെന്നാണ് സൂചന. കെട്ടിട നിർമ്മാണ മേഖല, റിയൽ എസ്റ്റേറ്റ്, ഒപ്പം ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റു തൊഴിൽ മേഖലകൾ ഇവയെല്ലാം വലിയ പ്രതിസന്ധി നേരിടാൻ സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. വിചാരിച്ചതിനേക്കാളും മോശം സിറ്റുവേഷനാണ്. ഇവിടെ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗത്തും. ദാ എൻ്റെ കൂടെ റൂം ഷെയർ ചെയ്യുന്ന വർഗീസിന്റെ ജോലി മിക്കവാറും പോകുന്ന അവസ്ഥയാണ്. തനിക്കെന്താ തോന്നുന്നേ ദുബായിയുടെ ഫ്യൂച്ചറിനെ പറ്റി? ചങ്കുറപ്പുള്ള കുറേ മനുഷ്യരുണ്ടാക്കിയെടുത്ത സിറ്റിയാണ് ഇത്. അതിൻ്റെ സ്ട്രെങ്ത് ഈ സിറ്റിക്ക് എന്തായാലും ഉണ്ട്. എന്തൊക്കെ കഷ്ടപ്പാടുകൾ ഉണ്ടായാലും അതെല്ലാം മറികടന്ന് ദുബായ് മുന്നോട്ട് തന്നെ പോകും. പപ്പയുടെ ഫോൺ എന്ത് പറ്റി? ബാറ്ററി പോയി. എന്ത് പറ്റി? ഷെട്ടി നല്ല ഹെൽത്തി ആയിരുന്ന ആളല്ലേ? ഷെട്ടി ഞങ്ങൾ ഷെയർസിൽ ഒരുപാട് കാശ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആയപ്പോൾ അത് മൊത്തം പോയി. അതിൻ്റെ ഷോക്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ जेकब भैया कैसे हो आप? $100 सारा आपका है. Thank you. Thank you. First thing in the morning, നാളെ സന്ദീപിന്റെ പൈസ ഞാൻ ബാങ്കിൽ ഇട്ടിരിക്കും. I'm very happy with the returns. Okay. ഒരു കാര്യം ചെയ്യ്, ഈ amount തിരിച്ച് ജേക്കബ് ഇൻവെസ്റ്റ് ചെയ്തോളൂ. Oh, that's great. Okay. Thank you. So, my name is Omeri. Frank told me about your investment plan. What did you say your name was? Omeri. Only because of that. Ajay.
मीट अजमल. हाँ हाय सिजॉय गुड टू सी यू. ये हमेशा बात करते हैं आपके बारे में. जी ये तो हमारे बड़े भाई की तरह है. ആ സിജോയ് അജ്മൽ ഒരു ഹ്യൂജ് ലോഡ് സ്റ്റീൽ ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങാൻ ആലോചിക്കുക. അവനത് മാർക്കറ്റ് റേറ്റിൽ നിന്ന് ഒരു 300 ദിറംസ് കുറച്ച് എനിക്ക് തരാമെന്ന് പറയുന്നു. അതെങ്ങനെ? ഈ കൺസ്ട്രക്ഷൻ വർക്ക് നിന്ന് പോയൊരു കമ്പനി വിറ്റ് ഒഴിവാക്കുന്നത്. ലോക്കൽ മാർക്കറ്റിൽ ഇപ്പോൾ സ്റ്റീലിൻ്റെ ബിസിനസ് ഡള്ളാണല്ലോ. പക്ഷേ റേറ്റ് കുറഞ്ഞുകൊണ്ട് ഇപ്പോൾ എക്സ്പോർട്ട് ഡിമാൻഡ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഓ അങ്ങനെയാണെങ്കിൽ ഞാനും കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാം. ഗുഡ്. ഇവിടെ ഒരു ബൾക്ക് എമൗണ്ട് റേസ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും നിനക്ക് പരിചയമുണ്ടോ? അതിപ്പോൾ ആ ഒരാളുണ്ട്. ഒരു ചെറിയ പരിചയം. ഓക്കെ. കക്ഷി ഒരു ചെന്നൈ മലയാളിയാണ്. ദുബായിൽ വന്നിട്ട് അധികം ആയിട്ടില്ല. മുരളി മേനോൻ എന്നാണ് പേര്. ഞാൻ വേണമെങ്കിൽ അച്ഛനൊന്ന് മുട്ടിച്ചേരാം. ഓക്കെ. See that? Learn how to play first. Jacob Zakaria? Yes. Hi, Murali. Hi. Please come. You've been waiting for long? Hey, it's okay. உங்கள் கம்பெனி பற்றி நான் கேள்விப்பட்டிருக்கேன். Actually, my friends were saying, you know, pretty good things about you. Thanks. പിന്നെ ജേക്കബിൻ്റെ മെയിൽ ഞാൻ വായിച്ചു. Oh. ഉங்கள் സപ്ലയറോட പേര് என்ன? Ajmal. അജ്മൽ. ഹൗസിംഗ് ബിസിനസ്. He's good. How do you say that? അയാളെ വിശ്വസിക്കാമല്ലോ അല്ലേ? 100%. He's like a brother to me. Okay. It's a lot of money. Yes, it is. ஒரு 2 நாள் டைம் கொடுங்க. யோசிச்சு சொல்கிறேன். Sure. ഫുൾ എമൗണ്ട് എഴുതിയിട്ടുണ്ട് എൻ്റെ ഭാഗത്തു നിന്നൊരു ഗ്യാരണ്ടിക്ക്. താങ്ക് യു. Can I see some more collections? Sir, this would be an excellent choice. And the price is also slashed down. I think you should buy it. Okay, sir. Jerry? വാങ്ങിയാലോടാ? പപ്പ ഇത് വലിയ സ്റ്റോണല്ലേ, വലിയ വില കൊടുക്കേണ്ടി വരും. സാരമില്ലടാ, 25th വെഡിങ് ആനിവേഴ്സറി അല്ലേ, നല്ല കനത്തിലിരിക്കട്ടെ. നിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവും. മാത്രമല്ല ഇപ്പോൾ വിലയും കുറവാണ്. അത് ശരിയാ സാറേ, ഇപ്പം വില കുറവാ. ഞാനും മലയാളിയാ, വടകരയെന്നാ പേര് ഭാഷ.